ദയവ് ചെയ്ത് നാളെ നിങ്ങൾ എന്നെ വിളിച്ചു പോരുത്. നാളത്തെ ഒരു ദിവസം നിങ്ങളുടെ ഫോൺ ഞാൻ എടുക്കുന്നതല്ല. ഹായ്, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് പറയാനുണ്ട്. എന്താ വെച്ചാൽ കുറെ വർഷങ്ങൾക്ക് മുന്നേ ദൃശ്യം സിനിമ റിലീസായ സമയത്ത് ഞാനത് തിയേറ്ററിൽ പോയ എൻ്റെ ഫസ്റ്റ് ഷോ ഒന്നും എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാനങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങളൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഷോ ദൃശ്യം പോയി കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത് അന്ന് വന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ പടം എങ്ങനെ ഉണ്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, എടാ ഇതങ്ങനെ വലിയ കഥയൊന്നും ഇല്ല എന്ന് പറയാം. അതാണ് നിങ്ങൾ കഥയൊന്നും പറയണ്ട, ഞങ്ങൾക്ക് എന്തായാലും കാണണം എന്നുള്ള കാര്യം. എടാ അത്രയ്ക്ക് വലിയ സംഭവമൊന്നും ഇല്ല ഈ സിനിമയ്ക്കകത്ത്. അതായത് ഇത്രയേ ഉള്ളടാ, ലാലേട്ടൻ്റെ ഭാര്യ ഒരു പയ്യനെ തലക്കടിച്ച് കൊല്ലും, ലാലേട്ടൻ ആ പയ്യനെ എടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ കുഴിച്ചിടും, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇത് ഇത്രയേ ഉള്ളൂ സിനിമ എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ടപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ അത് ആസ്വദിക്കാൻ പറ്റിയില്ലെന്ന്. ഞാൻ പുറത്തിറങ്ങുമ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ആണെന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും പറയുന്നത്. അപ്പോൾ എൻ്റെ മൈൻഡിലെന്ന് വെച്ചാൽ ഇവൻ ഇത് പറഞ്ഞതുകൊണ്ട് എനിക്കത് ഒന്നും ആസ്വദിക്കാനേ പറ്റിയിട്ടില്ല. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ദൃശ്യം പോലെ അത്രയും വലിയൊരു കൾട്ട് ക്ലാസിക് സിനിമ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ നാളെ ദൃശ്യം 3 റിലീസ് ആവുകയാണ്. 2 നമുക്കറിയാം OTT റിലീസായിരുന്നു. ലാലേട്ടൻ്റെ സിനിമയാണ്, ടിക്കറ്റ് ഭാഗ്യം പോലെ കിട്ടിയില്ല. അപ്പോൾ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്ന എല്ലാവരും ഒന്ന് ആലോചിക്കുക, ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ സീക്വൻസുകൾ എടുത്ത് ഇടുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ടെസ്റ്റുകളൊക്കെ ഇങ്ങനെ പുറത്താക്കുക ചെയ്യുന്നത് അതൊരു വലിയ ദ്രോഹമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആരും ചെയ്യാതിരിക്കുക. ഇതെല്ലാവർക്കും ഇപ്പോൾ നല്ല സിനിമ ആയിരുന്നാലും മോശം സിനിമ ആയിരുന്നാലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്നുള്ളൊരു ഇത് തന്നെയാണ് കാര്യം. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്നൊരു സിനിമയുടെ 3-ാം ഭാഗമാണല്ലോ. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് എൻ്റെ ചില സുഹൃത്തുക്കളോടാണ്, ദയവ് ചെയ്ത് നാളെ നിങ്ങൾ എന്നെ വിളിച്ചു പോരുത്. നാളത്തെ ഒരു ദിവസം നിങ്ങളുടെ ഫോൺ ഞാൻ എടുക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ.